പറയുന്ന ആൾക്ക് ഇംഗ്ലീഷിൽ ഞാൻ പറയാം. സോ ഇതാ ഇംഗ്ലീഷ്. ഇതാണ് ഫസ്റ്റ് ബൈറ്റ് ചെയ്യുന്നത്. എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. ഡ്രൈഡ് നൂഡിൽസ്. ഡ്രൈഡ് നൂഡിൽസ് ആണ് ഇത്. എന്നാ കഴിച്ചു നല്ല രസമുണ്ട്. കഴിച്ചു. അടിപൊളിയാട്ടോ. കാരണം വെച്ചാല് നമ്മുടെ മാഗിയൊക്കെ പോലത്തെ ഇല്ലേ, അത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണ്ട. ഇത് അത് റെഡി ആയിട്ടുള്ള സാധനമാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എടാ ഇത് എത്ര മാർക്ക് കൊടുക്കടാ? ഓ ഞാൻ 10-ൽ 9 മാർക്ക് ഞാനും കൊടുക്കുന്നു. അടുത്ത ഐറ്റം ആണ് നമ്മുടെ കപ്പ ചിപ്സ് ഒക്കെ പോലെ ഇല്ലേ, അതുപോലെ ചൈനയിലും ഉണ്ടൊരു ഐറ്റം. ആ ഐറ്റം ആണ് നമ്മൾ അടുത്തതായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. കപ്പ ചിപ്സ് ഇത് ഞാൻ എന്റെ ഹൈസ്കൂളിലൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാ. ശരിക്കും പറഞ്ഞ ചൈനീസ് സ്നാക്സ് നമ്മൾ അധികം ട്രൈ ചെയ്യാറില്ല. ഇവൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഇവൻ സ്കൂളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോ എന്ത് സാധനം ഇങ്ങനത്തെ കിട്ടിയാലും ഇവൻ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാറില്ല. ഇത് നമ്മുടെ കപ്പ ചിപ്സ് പോലെയല്ല, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഇതിന് ഞാൻ 10 ഔട്ട് ഓഫ് 10 കൊടുക്കും. കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അപ്പൊ ഇതിന് ഞങ്ങള് 10 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് കൊടുക്കുന്നതായിരുന്നു. ഞാൻ എപ്പോഴും കഴിക്കുന്നതായതുകൊണ്ട് എനിക്കൊരു 8. ഇത് ഞാൻ ഹൈസ്കൂളിലൊക്കെ കഴിക്കാറുള്ള. ഇത് അമ്മ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊരു വിയർഡ് സാധനമാണ്. ചൈനീസുകാർക്ക് ഇഷ്ടപ്പെടുന്ന അത് ടിഷ്യൂ വെച്ചിട്ട് കഴിക്കാം. ഇത് ഒരു മീനാണ്. മീൻകറി നമ്മുടെ ഇതെന്താ നത്തല് പോലെ ഉണ്ട്. നത്തല് ഫ്രൈ ചെയ്തതുപോലെ ഉണ്ട്. പൊട്ട സാധനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നത്തല് വറുത്തിട്ട് അത് എന്നാലും കഴിച്ചേക്കാം. നത്തല് വറുത്തിട്ട് സോസേജ് ഒക്കെ ഇട്ടിട്ട് വറുത്തിട്ട് ഇതിനകത്ത് വെച്ചിരിക്കാം. ഇപ്പൊ ചൈനീസുകാരുടെ സ്നാക്സ് കഴിക്കാൻ വേണ്ടി ഇവര് കുട്ടികൾക്കൊക്കെ നമ്മള് വാഴയ്ക്ക വറുത്തൊക്കെ അല്ലേ കൊടുത്തു വിടുന്നത്. ഇവര് ഇതുപോലെ മീൻ വറുത്തത്, കോഴിയുടെ കാല് വറുത്തത്, അതൊക്കെ കൊടുത്തു വിടുന്നത്. കോഴിയുടെ കാലെന്തായാലും ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. അപ്പൊ ഇത് മീൻ വറുത്തത് ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല സ്പൈസിയാ. ഇത് ഞാന് 10-ൽ 2 മാർക്കേ കൊടുക്കത്തുള്ളൂ. ഇതെനിക്ക് ഹൈസ്കൂളിൽ ഒരു മെമ്മറി ഉണ്ട്. അതുകൊണ്ട് ഒരു 6 or 5 out of 10. ഓക്കെ. അടുത്ത ഐറ്റം ലേസിന്റെ കമ്പനിയുടെ തന്നെ വേറൊരു ഐറ്റം ആണ് ഫ്രഞ്ച് ഫ്രൈസ്. കാണിച്ചു തരാം. ഫ്രഞ്ച് ഫ്രൈസ് കാണാൻ വേണ്ടി ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നോക്കാം. കുഴപ്പമൊന്നുമില്ല. നല്ല മസാലയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് സംഭവത്തിന്. അടിപൊളി. നല്ല കേട്ടോ. ഇതൊരു 10-ൽ 8 മാർക്ക് കൊടുക്കാം. നല്ലതായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഈ സാധനത്തിന്റെ സെയിം കൊറേ വെറൈറ്റി സ്നാക്സ് ഉണ്ട് കേട്ടോ. ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടിപൊളിയാ. നല്ല ടേസ്റ്റ്. 7 out of 10. ഓക്കെ. നെക്സ്റ്റ് ഐറ്റം. അടുത്ത ഐറ്റം ആണ് ചൈനീസ് മിക്സ്ചർ. ഇനി 1 രൂപയേ ഉള്ളൂ കേട്ടോ. ഒരു 6. അടുത്ത ചൈനീസ് മിക്സ്ചർ. പ്ലേറ്റ് ഇങ്ങനെ വേണം. പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റ് കിട്ടി.
അത് മലയാളികളുടെ സ്വഭാവം. കഴിച്ച് ഇല്ലെങ്കിൽ നമ്മള് കഴിച്ചു പിടിക്കും. ചൈനീസ് മിച്ചർ. ആ ഇത് ഭയങ്കര ചൂട് എവിടെ? ഇത് അടിപൊളിയാടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മറ്റേ നൂഡിൽസിന്റെ സെയിം. ആ നൂഡിൽസിന്റെ ഒരു ടേസ്റ്റ് തന്നെ ഇതിന് വരുന്ന കേട്ടോ. നൂഡിൽസ് ഇങ്ങനെ പൊട്ടിച്ച് ചെയ്തപോലെ. നൂഡിൽസ് ഇങ്ങനെ പൊട്ടിച്ചിട്ടാ നല്ല ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് നൂഡിൽസ് ഇഷ്ടം, അതുകൊണ്ട് I would say ഒരു 5 points. ഞാനൊരു 7 മാർക്ക് കൊടുക്കും കേട്ടോ. അപ്പം അടുത്ത ഐറ്റംസ് അടുത്തത് ബീൻസ് ഫ്രൈ ചെയ്ത ഐറ്റമാണ്, കാണിച്ചു തരാവേ. ഫ്രൈഡ് ബീൻസ്. ഇത് കുട്ടികളൊക്കെ എന്താ വെറുതെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയുള്ള. ഇവിടെ ഇങ്ങനെ വെജിറ്റബിൾ ഫ്രൈ ചെയ്തതും കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി നല്ലതല്ലേ അല്ലെ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീൻസ് ഫ്രൈ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. എങ്ങനെയാണെങ്കിൽ ഞാൻ വെജിറ്റബിൾസ് ആദ്യമായിട്ട് കഴിക്കും. ഇങ്ങനെയാണെങ്കിൽ കുട്ടികളെല്ലാം വെജിറ്റബിൾ കഴിക്കും. എന്നൊന്നും വെജിറ്റബിൾ ഒട്ടും കഴിക്കുന്നില്ല. നല്ല കേട്ടോ, നല്ല അടിപൊളി. അപ്പം ബീൻസ് ഒക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തത്, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്നാക്സ് ഉണ്ട്, നല്ലതല്ലേ? ബീൻസ്, വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ ചക്ക ചിപ്സ്, ഒരുപാട് തരത്തിലുള്ള അങ്ങനത്തെ ചിപ്സുകളൊക്കെ ഉണ്ട്. ബീട്രൂട്ടിന്റെ ചിപ്സ്, അതൊക്കെ ചൈനയിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബീൻസ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാന് എത്ര മാർക്കും? 7 മാർക്കും. ഓക്കെ, ഞാൻ അടുത്തേക്ക് 3 മാർക്ക്, കാരണം വെജിറ്റബിൾ ആയിരുന്നു. അടുത്തത് പട്ടാണി ഫ്രൈ ചെയ്തതാണ്, അത് കാണിച്ചു തരാവേ. വെജിറ്റബിൾ ആയിട്ടുള്ള ബീൻസ്. ഇത് അടിപൊളി സാധന. ഇത് പപ്പ എപ്പോഴും ഡ്രിങ്ക്സ് കഴിക്കുന്ന സാധന. ഇത് ഞാൻ എപ്പോഴും കഴിക്കാറുള്ള സാധന. ഇത് പട്ടാണി. നീ വെച്ചേക്ക്, നല്ലതാടാ. പട്ടാണി കേട്ടോ, പച്ചപ്പട്ടാണി ഫ്രൈ ചെയ്ത് പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതപ്പം ഞാൻ കഴിക്കാറുള്ള കേട്ടോ. ഇവിടെ എന്റെ ഹസ്ബൻഡ് എപ്പോഴും മേടിക്കാറുള്ള അടിപൊളി. ടച്ചിങ്സ് നല്ല അടിപൊളി സാധനം. 8 out of 10. അപ്പൊ വെജിറ്റബിൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി. അടുത്തത് ബീഫ് നൂഡിലാക്കിയിട്ട് ഫ്രൈ ചെയ്തതാണ്, അത് നിങ്ങളെ കാണിച്ചു തരാവേ. ബീഫ് ഇത് ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. ഒന്നും കുഴപ്പമില്ല, 1 മാർക്ക് കൊടുക്കാം കേട്ടോ. ഒരു ടേസ്റ്റില്ല, ലൈസിന്റെ ഒക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്തോ ഒരു വൃത്തിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോടാ? നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫിന്റെ ബീഫ് കറി ഒരു സ്നാക്ക് ആയിട്ട് വെച്ചത്. ഓക്കെ, ഐ ലൈക്ക് ഇറ്റ്. About 7 out of 10. ഓക്കെ, ഞാൻ അടുത്ത സ്നാക്സ് എടുക്ക്. എല്ലാം കഴിച്ച് അടുത്ത ഐറ്റം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഒക്കെ കഴിച്ചു പിടിക്കാണാ. ഇതിന്റെ പാക്കേജിങ് നല്ല രസമുണ്ട്. ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് നല്ല രസമുണ്ട്. അത് ട്രയാങ്കിൾ ആയിട്ടുള്ളത് പോലെ തന്നെ അതിന്റെ ഉള്ളിലും ട്രയാങ്കിൾ ആയിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതും അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല, നല്ല. 3 out of 10. 3യോ? അതെന്താ ഇത്രയും നല്ലതായിട്ട്? കുഴപ്പമൊന്നുമില്ല, ഒരു 7 മാർക്കൊക്കെ കൊടുക്കാം. ഓക്കെ, അടുത്തത് ചൈനീസ് ലേസ് ആണ്. അത് തോഫ് വെച്ചിട്ട് ഉണ്ടാക്കിയതുള്ളതാണ്, കാണിച്ചു തരാവേ. ലേസ്, പിള്ളേർക്ക് ലേസ്. ഇത് ചൈനീസ് ലേസ് കേട്ടോ. ഇതെന്തൊരു ടോഫു എന്തോ സാധനം. ടോഫു പക്ഷെ എനിക്കിഷ്ടമില്ല ടോഫു എന്ന് പറഞ്ഞ സാധനം. ടോഫു എന്താണെന്നറിയാമോ? നമ്മുടെ പനീറിന്റെ തന്നെ വേറൊരു വേർഷനാണ് ടോഫു. പനീർ ഉണ്ടാക്കുന്നത് പാലിൽ നിന്നാണെങ്കിൽ ടോഫു ഉണ്ടാക്കുന്നത് സോയാബീൻ മിൽക്കിൽ നിന്നാണ്. പക്ഷെ അത് നല്ല ഹെൽത്തിയാണ്, ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ മസാല ലേസ് പോലത്തെ ഉണ്ട്.
ഒരു ബ്ലൂ കളർ ടേസ്റ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അതുപോലത്തെ ടേസ്റ്റ്. ഞാൻ പിന്നെ ഇങ്ങനത്തെ വലിയ സ്നാക്സ് ഒന്നും അധികം കഴിച്ചിട്ടില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് കാണാൻ അത്ര രസമൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് ഓക്കെയാണ്. ഈ സാധനങ്ങൾക്കെല്ലാം ഒരു 2 രൂപ, 1 രൂപ, 1 RMB 2 RMB ആ ഒരു റേറ്റിലുള്ള സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ചൈനീസുകാർ ഒരുപാട് കഴിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിയുടെ വിരലുകൾ ഫ്രൈ ചെയ്തതും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ, അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. 4 out of 10. ഇത് 6 മാർക്ക് കൊടുക്കാം. അടുത്ത ഐറ്റം മാഷ് മെലൻ ആണ്, കാണിച്ചു തരാവേ. എന്തുവാടാ? മാഷ്മെലോസ്. ഇത് ആക്ച്വലി ഞാൻ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. ഇവൻ കഴിക്കാത്ത സ്നാക്സ് ഒന്നുമില്ല, കാരണം ഓരോ കടകളിൽ പോയിട്ട് ഇങ്ങനെ നോക്കും വില കുറഞ്ഞ സ്നാക്സ് ഏതാ ഉള്ളത്, നല്ലത് ഏതാ ഉള്ളത് നോക്കി എല്ലാം മേടിച്ച് അവൻ ട്രൈ ചെയ്യും. 1 രൂപ, 2 രൂപ, 3 രൂപ ആ പൈസക്ക് മേടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് അതെല്ലാം നോക്കി ട്രൈ ചെയ്യും. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, അപ്പൊ അവിടെ പോയാൽ കൊച്ചു കുട്ടികളെ പോലെ ഇതെല്ലാം മേടിച്ച് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെടില്ല. ഇതെന്താ പറയാ, ഇതെന്താ സ്പോഞ്ച് പോലെ ഇരിക്കുന്നു, ഒരു രസമില്ല, ഒരു ടേസ്റ്റ് ഇല്ല. 10 out of 10. I like it. നിന്റെ റൂമിലോട്ടൊന്നുമില്ല, നീ തന്നെ എടുത്തല്ലാണ്ട് വേറെ ആരും ഇല്ലല്ലോ ഇവിടെ തിന്നാൻ. ഞാനൊരു 1 മാർക്കേ കൊടുക്കുള്ളൂ കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ലപ്പാ. ഇതെന്ന് വെച്ചാല് ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്നു. പഞ്ഞിമിഠായി പോലെ. ആ പഞ്ഞി പോലെ ഇരിക്കുന്നു. പഞ്ഞിമിഠായി പോലെ ഒന്നുമില്ല, പഞ്ഞിമിഠായി പിന്നെ ടേസ്റ്റ് രസം. 1 മാർക്ക് കൊടുക്കും. അപ്പൊ ലാസ്റ്റ് ഐറ്റം ഒരു ചോക്ലേറ്റ് ആണ്, അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അടുത്തൊരു ഫ്രൂട്ട്, ഞാൻ കുഞ്ഞുതായിരുന്നപ്പോ ഞാൻ ഇത് കഴിക്കാറുണ്ട്. ഇതൊരു റോളിംഗ് ഫ്രൂട്ട് റോൾ. ഇവൻ ശരീരം കൊണ്ട് മാത്രമേ വളർന്നിട്ടുള്ളൂ, ഇപ്പോഴും കുഞ്ഞു തന്നെയായിട്ട് കുഞ്ഞു പിള്ളേരുടെ അതേ പരിപാടിയാണ്. ഇതെന്താ? അയ്യോ, ഇത് കഴിഞ്ഞ ദിവസം ഇവന് എനിക്ക് മേടിച്ചു തന്നായിരുന്നു. ഇതെങ്ങനെയാ കഴിക്കുക? ഇത് എനിക്ക് ഞാൻ വേണ്ട കേട്ടോ. ഇത് നോക്കിക്കേ, ഇതെങ്ങനെയാ നോക്കിക്കേ, ഇതിലിങ്ങനെ തേച്ച് വെച്ചിരിക്കുക. ഒരു പ്ലാസ്റ്റിക്, അതിലിങ്ങനെ ഒരു ചോക്ലേറ്റ് തേച്ച് വെച്ചിരിക്കതാ. ഇതിങ്ങനെ ഇരിക്കണം. ഇത് കഴിഞ്ഞ ദിവസം എന്നോട് മേടിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇത് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആണെന്ന്. 1 രൂപ കിട്ടുന്ന ഇത് സാധനത്തിന് ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതൊക്കെയാ മനുഷ്യന്മാര് കഴിക്കുന്നത്. ഓക്കെ, സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്തൊക്കെ കണ്ടുപിടുത്താല്ലേ, എന്തെല്ലാം സാധനങ്ങളുണ്ടെന്നറിയോ സ്നാക്സ് ആയിട്ട്. കുഞ്ഞു പിള്ളേരെ കളിക്കും. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ശരീരം കൊണ്ട് ആള് വളർന്നിട്ടുള്ളൂ, കുഞ്ഞു കുട്ടിയെ പോലെ. ഞാനൊരു 3 മാർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെ മനുഷ്യന്മാരെ കഴിക്കാൻ പറ്റൂല. അടുത്തത് ജെല്ലി ബീൻസ് ആണ്, ചോക്ലേറ്റ് വെള്ളത്തിലുള്ള ഒരു സാധനം, കാണിച്ചു തരാവേ. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഐറ്റം, ജെല്ലി ബീൻസ്. ഇത് എന്റെ ഫ്രണ്ട്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇത് പൊട്ടിക്കാൻ വേണ്ടി ഇവിടെ കണ്ടില്ലേ ഇതുള്ളത്, അത് പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ടാക്കിയാൽ മതി, അപ്പൊ അത് പൊട്ടി വരും. എന്നാലും നമ്മൾ കഴിച്ചില്ല ആക്കോളൂ അല്ലേ. ഇത് ജെല്ലി എന്തോ സാധനം, ജെല്ലി. ഈ ഫ്ലേവർ ഞാൻ ഇതുവരെ കഴിച്ചില്ല. 2 ഫ്ലേവർ ഉണ്ട്. ഓക്കെ, ഇത് ഇത് എപ്പോഴും കഴിക്കാൻ കുറച്ച് ടേസ്റ്റ് ആവുന്നുണ്ട്. എങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു അല്ലേ. ഒരു 8 out of 10. അത്രയൊന്നും ഞാൻ കൊടുക്കില്ല, ഞാനൊരു 4 മാർക്ക് കൊടുക്കും, അതിൽ കൂടുതലൊന്നും ഞാൻ കൊടുക്കത്തില്ല. നീ കഴിച്ച, എനിക്ക് വേണ്ട, നീ കഴിച്ച. എനിക്ക് ഇങ്ങനത്തെ സ്നാക്സ് ഒന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ല. അതിന്റെ ഒക്കെ ആള് നമ്മുടെ പുത്രനാണ്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ പുതിയ ഇങ്ങനത്തെ ഒക്കെ കുറെ ഐഡിയകളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഇവന് 2 മാസം ഇനി ലീവാണ്, അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോയിൽ ഇവനും ഉണ്ടാവും. അപ്പൊ ഞങ്ങള് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Subscribe. Like, comment. Bye-bye.